പ്രൊഡ്യൂസേഴ്സ്. ആദ്യം രാജശേഖരനായിരുന്നു ഈ സിനിമയുടെ രാഗ മൂവീസിൻ്റെ ബാനറിലായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ റോയ് സാർ, CJ റോയ് സാർ, നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും കൂടെ ഇതിൻ്റെ ഭാഗമായി. ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത്. ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണത്. അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ രാജശേഖരനും അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിലും ഉള്ള ട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടും, അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല, സ്നേഹം കൊണ്ടും കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റോയ് സാറിനും താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ശ്രീ ഗോകുലം മൂവീസും അതുപോലെ ഡ്രീം ബിഗ് ഫിലിംസും നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സിനിമയെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്കും എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന്. സോ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് ഇങ്ങനൊരു അസോസിയേഷനിൽ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്തുള്ള എൻ്റെ ആക്ടേഴ്സ്, ഇപ്പോൾ വിനയ് സാറിൻ്റെ കൂടെയും തൃഷ മാമിൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കുറേ കണ്ടിട്ടുള്ളതാണ്. എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ പ്രായമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ യങ്ങാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളല്ല അത് ഭയങ്കര ഓറായിപ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് 12 വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ്. ആ എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ ചെറിയ ഇൻഡസ്ട്രി എന്നേ പറയുന്നുള്ളൂ, മോശം എന്ന് പറയില്ല, നമ്മുടെ കലക്കൻ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ബഡ്ജറ്റ് വൈസും അതിൻ്റെ മറ്റ് സെറ്റപ്പുകളുടെയൊക്കെ ഒരിച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ വേക്കൻ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയും കണ്ടിട്ട് നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിന്നതിന് വിനയ് സാറിനോടും തൃഷ മാമിനോടും വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് വിനയ് സാറും ഞാനും ഈ സിനിമയുടെ ഈ സിനിമ ഞങ്ങൾ ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ കുറേ പേര് ഇതിനകത്തുമുണ്ട്. അപ്പോൾ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോ-ആർട്ടിസ്റ്റുകളിൽ വളരെ അടുപ്പമുള്ള, എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന, അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോക കാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സംസാരിച്ച് ഒരു ദിവസം ഞങ്ങൾ ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഒരു 5 മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ 4.25 മണിക്കൂറും നമ്മൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് ചെയ്ത എലമെൻസും പെർഫോമൻസസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ മോഡുലേറ്റ് ചെയ്യണം എന്ന ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ച് ഉള്ളായിരുന്നു വിനയ് സാർ. ഞാനും വിനയ് സാറും അനസും അഖിലൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷന്, അതായത് അതിൽ ആ സീനിൽ വിനയ് സാർ ഇല്ല എന്നിട്ടും കൂടെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗ്രേറ്റ് ഫ്രണ്ട്. താങ്ക് യു സോ മച്ച്.